വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇപ്പോൾ കുറേ നാളായാലും ചുമ്മാ നിൽക്കുകയല്ലേ, കിട്ടിയൊരവസരം വീണത് അബദ്ധത്തിനായാലും സുബദ്ധത്തിനായാലും പ്രതീക്ഷിക്കാതെ വീണ് കിട്ടിയ ഒരു ഭാഗ്യമാണ്. അതോ നിർഭാഗ്യമാണോ എന്ന് നമുക്കറിയാൻ പാടില്ല. ഏതായാലും തീപാറുന്നൊരു മത്സരം അവിടെ ഉണ്ടാകും. ഈ എതിർ സ്ഥാനാർത്ഥിയായിരിക്കുന്ന പാർട്ടിയുടെ പി ജയരാജൻ അത്ര അവഗണിക്കപ്പെടാവുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ സാധിക്കില്ല. നമുക്കിവിടെ നിൽക്കുമ്പോൾ പലതും തോന്നുമായിരിക്കാം, പലതും കേട്ട് കാണുമായിരിക്കും. ഞാൻ ആ പ്രദേശത്ത് വടകര ഞങ്ങൾക്ക് ശക്തമായ യൂണിയൻ പ്രവർത്തനമുള്ള ഒരു മേഖലയാണ്. ആർക്കും ഒരുപാട് വിമർശിക്കുക, അദ്ദേഹത്തെ പറ്റിയും ഒരുപാട് വിമർശനത്തിന് നേരിടുന്നതാണ്. പക്ഷെ ആർക്കും അവഗണിക്കാനൊക്കാത്ത ഒരു നേർഗുണവും ജനകീയ അംഗീകാരമുള്ള ഒരാളാണ് പി ജയരാജൻ. അതെ, അത് അദ്ദേഹം ഒരു നിലപാട് ഉറച്ചു നിന്നു. അദ്ദേഹത്തിന് ഒരുപാട് ജോലിയുള്ളത് കൊണ്ട് ആണെന്ന് പറയുന്നു. അദ്ദേഹം KPCC പ്രസിഡന്റ് മാറി, വേണുഗോപാൽ മാറി, അങ്ങനെ പലരും ഇപ്പോൾ മത്സര രംഗത്തുനിന്ന് മാറി പലർക്കും സൗകര്യത്തിന് കൊടുത്തു. അതല്ലെങ്കിൽ അവർക്ക് അസൗകര്യമോ അതല്ലെങ്കിൽ പരാജയപ്പെടുന്നുള്ള തോന്നലോ പലതും ആകാം. നമ്മളതിനെപ്പറ്റി ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. അതെല്ലാം നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ വിടുകയാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ ആർക്കാ പിന്തുണ കൊടുക്കുക സെക്രട്ടറി? അതൊക്കെ ഇപ്പോൾ പറയാറായില്ല, തെളിഞ്ഞു വരട്ടെ. KP വാസ്തവത്തിൽ ഇവിടെ നിന്നിരുന്നെങ്കിൽ കൊള്ളാവുന്നൊരു മത്സരം നടന്നേന. ജയിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം പാർട്ടി നിർത്തിയ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ വളരെ വീക്ക് കാൻഡിഡേറ്റായിരുന്നു. ആൾ ഉണ്ടായിട്ട് പോലും 19,000 വോട്ടിന് മാത്രമാണ് ഈ പറഞ്ഞ വേണു ജയിച്ചത്. പുറകെ ഇത്തവണ ഒരുപാട് ആരോപണവും അതുപോലെ സരിതയൊക്കെ പൊങ്ങിക്കിടക്കണേയും ഉറക്കമില്ലാതെ കിടന്ന രാവുകളെ പറ്റി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്ത ഈ സാഹചര്യം നിലനിൽക്കുകയും ആരിഫിനെ കൂട്ടുള്ള ഒരു മികച്ച സ്ഥാനാർത്ഥി എതിരായി കൂടെ വരുമ്പോൾ സ്ഥിതി വളരെ പരിതാപകരമാണ്. അദ്ദേഹത്തിനറിയാം. മാത്രമല്ല, ഒരു 4-5 മാസത്തിന് മുമ്പ് ഒരാളോട് പറഞ്ഞവർ എനിക്കറിയാവും, കാരണം ആരിഫാണെങ്കിൽ ഞാൻ മത്സരിക്കാൻ വരത്തില്ലെന്ന്. ഇതൊക്കെ സത്യമാണ്. എനിക്കും ചില ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊരു പത്രക്കാരന് തന്നെ, ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പത്രത്തിൻ്റെ പെട്ട ഒരാളോട് പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് ചോർന്ന് കിട്ടിയത്. ഇടതുമില്ല വലതുമില്ല, ഞങ്ങളത് ശരി ദൂരം. തുഷാർ മത്സരിക്കുകയാണെങ്കിൽ സെക്രട്ടറി നിലപാട് മാറ്റം തൃശ്ശൂർ ശരി ദൂരത്തിൽ പോകും. തുഷാറിനെ മത്സരം ജയിപ്പിക്കണം എന്ന് പറയാൻ പറ്റില്ല അല്ലെ സംഘടനയോട്? ഞങ്ങളുടെ സംഘടനയോട് പറയേണ്ട ബാധ്യത എനിക്കില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് സംഘടനയ്ക്ക് അതിനകത്ത് നിന്നുകൊണ്ട് അവരവരുടേതായ രാഷ്ട്രീയ അഭിപ്രായത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നതിനൊന്നും ഞങ്ങൾ ആരും എതിരല്ല എന്ന് പറഞ്ഞ് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ജയസാധ്യതയുണ്ടോ തുഷാറിന് തൃശ്ശൂർ? അതൊക്കെ എല്ലാവരും നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ. എണ്ണിക്കഴിയുമ്പോൾ എല്ലാവരും പറയും അങ്ങനെ തോറ്റുപോയി, ഇങ്ങനെ തോറ്റുപോയി, ഇങ്ങനെ ജയിച്ചു, ഈ ന്യായം പറയും. എല്ലാവരും നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ആര് ജയിക്കും ആര് തോക്കുന്നു. ഏറെക്കുറെ ഈ അരിയാഹാരം കഴിക്കുന്നവർക്ക് ഏറെക്കുറെ അറിയാൻ സാധിക്കും. പിന്നെ അതൊക്കെ എൻ്റെ വായ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇനി മുട്ടയടിക്കാൻ തലയിൽ ഇനി രോഗമൊന്നും ഇല്ല. ഞാനൊന്നും പറഞ്ഞില്ല അതിനെപ്പറ്റി. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. താനും പലരുടെയും പള്ള കീറിയ ആളാണ്. ഇനിയും പലരുടെയും പള്ള കീറണം. ഒരു കാര്യമുണ്ട്, NDAക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വോട്ടിംഗ് ശതമാനം കേരളത്തിൽ കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിനെപ്പറ്റി എനിക്ക് പറയാൻ സാധിക്കില്ല. ഏതെങ്കിലും സീറ്റ് ജയിക്കും എന്നോ തോക്കുമെന്നോ അല്ലെങ്കിൽ ഒന്നും നേടാനൊക്കെ ഇല്ലെന്നോ എന്ന് ഞാൻ പറയാൻ ഞാൻ തയ്യാറില്ല. പോരത്തെങ്കിൽ ഇങ്ങനൊരു മത്സര രംഗത്ത് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ പലപ്പോഴും ഞാൻ പറയുന്നതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഞാൻ നല്ല ഉദ്ദേശിച്ച് ചില സത്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ആരിഫിനെ പറ്റി പറഞ്ഞപ്പോൾ എന്നെപ്പറ്റി എന്താണ് സർവീതനം നടത്തി എന്തെല്ലാം ചർച്ച ചെയ്തത്. ഇമ്പാക്റ്റ് അതാണ്, അവർക്കാണ് കിട്ടുക. വേറെ ആർക്കാണ് കിട്ടുക? കോൺഗ്രസിനോടെ കിട്ടും. അതിന് ശബരിമലയുടെ ചില ഗുണങ്ങൾ പറയണ പോലെ ഗുണം കിട്ടിയില്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചെറിയ ഗുണങ്ങൾ കിട്ടിയാൽ തന്നെ ആ ചെറിയ ഗുണം കിട്ടുന്നതിൻ്റെ ദോഷം ആർക്കാ പറയണത്? UDFന് വരും. കഷ്ടമുണ്ട്. വാസ്തവത്തിൽ തോമടങ്ങനെ കൂട്ട് ചാടിയാൽ ഉടനെ സ്വീകരിച്ച് സീറ്റ് എറണാകുളത്ത് കൊടുക്കാൻ പോകുന്നു കേട്ടു. തോമടക്ക് എത്രയോ കൊല്ലമായി ആഗ്രഹിച്ച്
ഞാനുമായിട്ട് സമീപിച്ച് സംസാരിച്ചിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് സീറ്റ് അദ്ദേഹം എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് 2 ടൈമിന് മുമ്പാണ്. അവിടെ തൃശ്ശൂരുള്ള കോൺഗ്രസ്സുകാരെല്ലാം കൂടെ അടിച്ചൊടിച്ച് കളഞ്ഞു, മിണ്ടാൻ അവസരം കൊടുത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഇംഗ്ലീഷാണ് മലയാളമാണ് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊക്കെ ചിലർ പറഞ്ഞല്ല, അത് 100% ശരിയാണ്. അത്രയൊക്കെ നമുക്ക് മതി, പോരെ. UDF കോൺഗ്രസ് അന്യം നിന്നുകൊണ്ടിരിക്കുകയല്ലേ. ആര് വളർന്നുകൊണ്ടിരിക്കുന്നത്? അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ശങ്കറിന് ശേഷം ഓരോ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കി വന്നാൽ വെട്ടി നിരത്തി ഇന്നിപ്പോൾ ആകെ ഒരു സുധാകരനും ഒരു അടൂർ പ്രകാശമുണ്ട്. ഈ രണ്ടുപേരും കൂടെ തീർന്നു കഴിയുമ്പോൾ പിന്നെ ഇതിനത് ശൂന്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പല മണ്ഡലങ്ങളിലെയും വിജയ സാധ്യതയെക്കുറിച്ചാണ് അദ്ദേഹം പങ്കുവച്ചത്.